സെക്രട്ടേറിയറ്റിന് മുന്നിലെ LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിഷേധം. സമരത്തിന്റെ 9ാം ദിവസമാണ് മണ്ണ് വിളമ്പി പ്രതിഷേധം നടത്തുന്നത്. വിവരങ്ങളുമായി ദിലീപ് കുറ്റിച്ചൽ ചേരുന്നുണ്ട്. ദിലീപേ, വ്യത്യസ്തമായ ഒരു സമരമാണല്ലോ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഇപ്പോൾ നടക്കുന്നത്. എന്താണ് ഈ അധ്യാപകരുടെ ആവശ്യം? എന്തൊക്കെ വിശദാംശങ്ങളാണ് ഇപ്പോൾ സമരരംഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നത്? ദിലീപ്. അശ്വതി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവരുടെ, അതായത് PSC ഉദ്യോഗാർത്ഥികളുടെ നിയമനം വൈകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ്. അവർ ഏകദേശം ജൂലൈ മാസം 6-നാണ് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കാൻ മുന്നിൽ സമരം നടത്തിയത്. ഇപ്പോൾ ഏകദേശം 9ാം ദിവസം എത്തിയിരിക്കുകയാണ്. ആ 9ാം ദിവസമാണ് അവർ ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രത്യേകിച്ച് ഏകദേശം കഴിഞ്ഞ സർക്കാർ, അതായത് പിണറായി സർക്കാരിൻ്റെ കാലത്ത് പോലും ഇത്തരത്തിൽ ആദ്യഘട്ട സമരം നടത്തിയിരുന്നു. ഇത് 2ാം ഘട്ട സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മണ്ണ് വിളമ്പി ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുന്നത്. പ്രത്യേകിച്ച് ഏകദേശം വളരെയധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ഇതുവരെയും നിയമനം നടത്തിയിട്ടില്ല എന്നടക്കമുള്ള കാര്യമാണ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ 1ാം റാങ്ക് ഹോൾഡർക്ക് പോലും നിലവിൽ ഏകദേശം 1 വർഷം ആവാൻ പോവുകയാണ്. എന്നിട്ട് പോലും 1ാം റാങ്കുകാരായവർക്ക് പോലും നിലവിൽ എന്തായാലും ഈ ഒരു തസ്തികയിൽ ജോലി ലഭ്യമായിട്ടില്ല. അതോടൊപ്പം തന്നെ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഇവയൊക്കെയാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചത്, നിലവിൽ നമ്മുടെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം സ്കൂളുകളിൽ 1:30 30 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപിക എന്നതാണ്. എന്നാൽ നമ്മുടെ ഇന്നത്തെ ഒരു അവസ്ഥ അനുസരിച്ച് എല്ലാ സ്കൂളുകളിലും ഡിവിഷൻ ഫാളുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡിവിഷൻ ഫാളുകൾ സംഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടേണ്ട റിട്ടയർമെൻറ്റ് ഒഴിവുകളിലേക്ക് കൂടി നിലവിലുള്ള അധ്യാപകരെ പുനർവിന്യസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒഴിവുകളെല്ലാം ഞങ്ങൾക്ക് കിട്ടാതെ പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. നിലവിൽ 5 ജില്ലകളിൽ ഇപ്പോൾ ഈ ലിസ്റ്റ് വന്ന് LPST ലിസ്റ്റ് വന്ന് 1 വർഷം കഴിഞ്ഞിട്ടും നിയമനം നടന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥി അനുപാതം 1:30 നിന്ന് 1:25 ആക്കുക എന്നുള്ളതാണ്. 1:25 ആക്കുകയാണെങ്കിൽ നമുക്ക് ഡിവിഷൻ ഫാളുകൾ നിർത്താനും ഈ പുറത്തു പോകുന്ന അധ്യാപകരുടെ കണക്ക് കുറയ്ക്കുവാനും. റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് കുറച്ച് നിയമനങ്ങൾ നടന്നു. അതും പേരിന് മാത്രമാണ് ഓരോ ജില്ലകളിലും നടന്നിരിക്കുന്നത്. നിയമന ശുപാർശ ലഭിച്ചിരിക്കുന്ന അധ്യാപകർക്ക് പോലും ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അപ്പോയിൻമെൻറ്റ് ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത് 2ാം ഘട്ട സമരമാണ്. ആദ്യഘട്ടം പിണറായി സർക്കാരിൻ്റെ ആയിരുന്നു. ഇത് 2ാം ഘട്ട സമരമാണ്. പ്രതീക്ഷയുണ്ട് ഈ സർക്കാരിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഞങ്ങളെല്ലാം അധ്യാപകരെ 14 ജില്ലകളിൽ നിന്നുമുള്ള അധ്യാപകരെ LPST റാങ്ക് ഹോൾഡേഴ്സ് ഇതേ റോട്ടിൽ ഇതേ തെരുവിൽ ഞങ്ങൾ സമരം ചെയ്തവരാണ്. എന്നാൽ ഇലക്ഷൻ എടുത്തപ്പോൾ ഞങ്ങൾക്ക് തന്ന ഒരു വാക്കുകളും പരിഗണിക്കാതെ തന്നെ അവർ ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. എന്നാൽ വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഈ സർക്കാരിനെ ഉറ്റുനോക്കിയത്. എന്നാൽ ഈ സർക്കാർ ഒരുപാട് പ്രതീക്ഷകളുണ്ട് അവർക്ക്. കാരണം ഉറക്കമിളച്ചിരുന്ന് പഠിച്ച് വാങ്ങിയ റാങ്കാണ്. ആ റാങ്കിനെ ഒരു സർക്കാരും പരിഗണിച്ചില്ല എങ്കിൽ മണ്ണ് വിളമ്പി തന്നെയല്ലേ അവർ പ്രതിഷേധിക്കേണ്ടത്? അവരുടെ അന്നത്തിൽ മണ്ണിട്ടുകൊണ്ടുള്ള നിലപാടുകളാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ ഇത്തരത്തിൽ സ്വീകരിക്കുന്നത്. എന്തായാലും LP സ്കൂൾ ടീച്ചേഴ്സിന്റെ റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വേറിട്ട പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഒരുപാട് പേർ അവിടെ എത്തിയിട്ടുണ്ട്. ഈ സർക്കാരെങ്കിലും കണ്ണു തുറക്കുമോ PSC ഉദ്യോഗാർത്ഥികൾക്കെതിരെ? എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ തലസ്ഥാനത്ത് നിന്നും പങ്കുവയ്ക്കുകയായിരുന്നു ദിലീപ് കുറ്റിച്ചൽ.